എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കളിക്കാൻ പോണ് ക്രാഫ്റ്റ്സ്മാൻ. ഇത് പിന്നെ മൈൻക്രാഫ്റ്റ് പോലത്തെ ഒരു ഗെയിമാണ് കേട്ടോ. ഞാനപ്പോൾ എടുക്കാൻ പോണത് മോഡ് ഡിഫിക്കൽട്ടി മോഡ് ഈസി. പിന്നെ സർവൈവലാട്ടോ കളിക്കുന്നത്. ഞാൻ പിന്നെ ഇവിടെ അതിന് പേര് കൊടുക്കാം. ഇവിടെ ഞാൻ എൻ്റെ മൈ ലോഗോ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇൻഫിനിറ്റി എടുക്കണം ചോദിച്ചു. പിന്നെ പുതിയ അപ്ഡേറ്റ് വന്നിട്ട് ആ ഫീച്ചേഴ്സ് എടുത്തു. പിന്നെ ഇവിടുത്തെ എല്ലാ സാധനം എടുത്തുണ്ട്. പിന്നെ ഇത് ഓഫാക്കി കഴിഞ്ഞാൽ ഇതുവരെ എന്നൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്കിതുവരെ വന്നിട്ട് ഇതിലോട്ടെ നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഗെയിമിലേക്ക് കിടക്കാം. ഇതിലെടുക്കാൻ പറ്റില്ല കേട്ടോ, അതിപ്പോൾ ഒന്നും കിട്ടില്ല. നമുക്കപ്പോൾ ഗെയിമിലേക്ക് കിടക്കാം. അവിടെ ക്രിയേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലൈക്ക് അടിക്കാൻ മറക്കരുത്. ചാനൽ പിന്നെ ഇനിയോളുടെ മൈൻക്രാഫ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ കുറേ കമൻറ്റ് ചെയ്തു ഏത് മാപ്പ് വെച്ച് കളിക്കണമെന്ന്. എന്നാൽ ഞാൻ കൊണ്ടുപോയി. പിന്നെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ബാമ്പൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഗെയിം അങ്ങനെ വേൾഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കിടന്നത് മരത്തിൻ്റെ മുകളിൽ. നമുക്കപ്പോൾ നമ്മളെ പണി തുടങ്ങാം. ഞാൻ പിന്നെ മൈൻക്രാഫ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ പണി ചെയ്യാറുള്ളത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലേ നമുക്ക് ഇതാ മാറ്റാൻ പറ്റും. രാത്രി ഇരുന്ന് പണ്ട് നമ്മൾ എടുക്കാറ്. പണ്ട് നമ്മൾ പണ്ട് ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ചപ്പോൾ ഇല്ലേ ഈ ഫുഡൊന്നും കളക്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ ഇത്ര നാൾ കളിച്ചത് ക്രിയേറ്റീവില്. പിന്നെ ഇതിൻ്റെ ട്രൂസ് എന്ന് പറഞ്ഞൊരു ബയോമാണ് കേട്ടോ. ഈ ബയോമിൽ പട്ടികളെ കിട്ടുന്നത് ആരോ കമൻറ്റ് ചെയ്ത് പറഞ്ഞു. കമൻറ്റ് ചെയ്ത് പറഞ്ഞ ആൾ സത്യമാണോ കള്ളാണെന്ന് എനിക്കറിയില്ല. അത് സത്യമാകണം. ഓക്കെ, ഇവിടെ ഞാൻ നൈസായിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ കുറച്ച് സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സോഡും ഒരു പിക്കാക്സും കുറച്ചും കൂടെ സ്റ്റിക്ക് വേണം. ഇവിടെ ഞാൻ ആക്സും ഉണ്ടാക്കി. ഞാൻ 2 ആക്സ് ഉണ്ടാക്കിപ്പോയി. അത് കുഴപ്പമില്ല, അത് നമുക്ക് വേറെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതെന്തത്? ഈ സാധാരണ നമ്മളതിൽ പൊട്ടിക്കുമ്പില്ലേ ഹെൽത്ത് കുറേ ഉണ്ട്, പക്ഷെ ഇതിന് കുറയാറില്ലല്ലോ. കുറയണില്ലല്ലോ. ബടാ അവിടെ ഇരിക്കണ്ട നീ, ഇനി അടുത്തോളാം. നമ്മുടെ ആളിത് അവിടെ ഇരിക്കുന്നുണ്ട്. ബെസ്റ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ അതായത് വെള്ളത്തിൽ വീണ് പോയി. ശവലുണ്ടാക്കിയില്ല, മറന്നു. കുഴപ്പമില്ല, നമുക്കിവിടെ നിൽക്കാം. ഇതിന് പീസ്ഫുള്ളാട്ടോ, മോബ്സ് ഒന്നും സ്പോണാവില്ല. ഞാൻ യഥാർത്ഥത്തിൽ ഇതല്ല കണ്ടേ, വേറെ കണ്ട ഞാൻ. കുഴപ്പമില്ല, തൽക്കാലം ഇത് എടുത്തേക്കാം. ഇവിടെ ഞാൻ കുറച്ച് സ്റ്റോൺ ഉണ്ട്, നമുക്കത് എടുക്കാം. രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. കുറച്ച് സ്റ്റോൺ വേണം കേട്ടോ, സ്റ്റോൺ ഉണ്ടാക്കണമെങ്കിൽ. ഓക്കെ, ഇവിടെ കുറച്ച് പങ്കിങ് ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് ഇവിടെ വില്ലേജ് ഉണ്ട്. നമുക്കപ്പോൾ നമുക്കപ്പോൾ പാർക്കോർ ചെയ്യാം. പിന്നല്ല ഇവിടെ വെള്ളം ഉണ്ടോ? അത് ശരി, ബ്ലോക്കൊക്കെ വേസ്റ്റ് ആക്കി കളഞ്ഞല്ലോ. അത് കുഴപ്പമില്ല, ഇവിടെ സാധനം വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു ഷവലുണ്ടാക്കാം. ഷവലുണ്ടാക്കി 2 സ്റ്റിക്ക് വേണം. തൽക്കാലം സ്റ്റോണിൻ്റെ ശമ്പലുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇത് വെച്ച് ഓട്ടിക്കുന്നത്, ഇത് പിന്നെ മൾട്ടിപ്ലെയർ ഇല്ല കേട്ടോ, സിംഗിൾ പ്ലെയറാ. നിങ്ങളാദ്യം കമൻറ്റ് ചെയ്ത് കണ്ടില്ലേ മൈൻക്രാഫ്റ്റ് എങ്ങനെ ഗെയിം കളിക്കണമെന്ന്. വെയിറ്റ് എ മിനിറ്റ്, ഞാൻ അവിടെ ഒരു പട്ടിനെ കണ്ടു കേട്ടോ. ഇന്ന് പിന്നെ കോളടിച്ചു കേട്ടോ. പട്ടിനെ അങ്ങനെ തൊട്ടാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. എൻ്റെ പട്ടിനൊന്നും ചെയ്യണ്ട. അവിടെ ഒരു പട്ടീനെ കണ്ടു. ആ വുൾഫ് അവിടെ പോയി അതേക്കണ്. ഇത് മരണം മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് ബോൾ ഇട്ടായിരുന്നേ കൊള്ളായിരുന്നു, കാരണം അവനെ ടൈം ചെയ്യായിരുന്നു. ഇവിടെ മറ്റേ സാധനം കിട്ടുന്നുണ്ടോ, മറ്റേ ബെറീസ്. പിന്നെ ഫുഡിന് കിട്ടി. അയ്യോ, എനിക്ക് പണിയും കിട്ടി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാ, എൻ്റെ ഇതൊന്നും നിന്നു. അപ്പോൾ നമ്മുടെ ഹെൽത്ത് പെട്ടെന്ന് കയറി. കണ്ട, ഇത് ഈ ബയോമിൻ്റെ പ്രത്യേകത ഒന്നുമില്ല.
ഇത് ഈ ബയോമിൻ്റെ പ്രത്യേകത ഒന്നുമില്ല. നമ്മൾ പീസ്ഫുള്ളിൽ എടുത്തേക്കണം, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞത്. മൊയലിൻ്റെ റിച്ചിയോ? ഓ, ആ പട്ടി മിക്കവാറും ഈ മൊയൽ വന്നിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. ഇവിടെ ഞങ്ങളൊരു കുറച്ച് കോഴികളൊക്കെ ഉണ്ട്, അവരെ നോട്ടെ. നമുക്ക് ഫുഡിനുള്ള സാധനം കിട്ടി. ഞാനിത് നേരത്തെ ഒരു പങ്കിങ് കണ്ടില്ലേ? ഒന്നല്ല, കൊറോണം കണ്ടു. ഒരു മിനിറ്റ്, അതെന്താ പറയുക? പച്ച കളറായിട്ട് അല്ല, മരത്തിന് ആക്ച്വലി പച്ച കളറാണ്, എന്നാലും ഇവിടെ വേറെ പച്ച കളർ ഉണ്ടല്ലോ. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. അത് വേറെ ട്രീ ആവും. നമ്മളത് അതൊക്കെ നോക്കണ്. നമ്മൾ ഗെയിം കളിക്കാനല്ല വന്ന. ഞാൻ പിന്നെ ഇത്ര ദിവസമായിട്ട് വീഡിയോസ് ഇടാത്ത കാരണമല്ലേ ഓൻ ഭയങ്കര അഡൻസീവ്. ഓ, അവിടെ വേറെ സാധനം ഇതൊന്നിട്ടാ, മറ്റേ സാധനം. ഇവിടെ ഞാൻ ഒരു പട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ പോയി. നമുക്ക് ആ പട്ടിയുടെ മേത്ത് സ്നോ ബോൾ ഇറങ്ങല്ലോ. മിക്കവാറും ആ പട്ടീനെ സ്നോ ബോൾ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു പട്ടീനെ മാത്രമേ ഇറങ്ങുള്ളൂ. മിക്കവാറും കുറേ പട്ടികൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും. അയ്യോ, ആ പട്ടീൻ്റെ മോന്തണ്ട ഒരു ബോൺ ഇട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇപ്പം ഈ സാധാരണ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ സാധാരണ നമുക്ക് ഞാൻ ഈസിയാ ഹാർഡാ നോർമൽ അങ്ങനെ എടുക്കുക. ഇന്ന് തന്നെ ചേഞ്ച് ആയിട്ട് പീസ്ഫുൾ എടുത്തത്. ഇങ്ങനെ ടണ്ടെന്ന് പറഞ്ഞ് പോയപ്പോൾ ഇവിടെ വെള്ളം കണ്ടു. അതെന്തത് സിലിണ്ടർ മേനാ? ആ കരിമ്പാണ്. ഇതെന്തൊരു വെള്ളാ? കുളിച്ച് കേസ്. ഞാൻ 10 ദിവസമായിട്ട് കുളിച്ചിട്ടില്ലേ. ഇതിൻ്റെ സാധനം എടുത്തതാ. ഒരു മിനിറ്റ്, ഇതൊന്ന് ഫോക്സ് ആയിരുന്നു, ഞാൻ പേടിച്ചു പോയി. ഇനി എവിടെയില്ലടാ, എവിടെ നീ? ഈ ഫോക്സ് നമ്മുടെ സാധനം എന്ത് എറിഞ്ഞാലും പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേ ഇവിടെ വേറെ സാധനം. ഇതെന്നിട്ട് കണ്ട് പേടിയാ. ഒരു റീസിന് മഴ മരം. നമുക്ക് ഈ ഫോറസ്റ്റിൽ നിന്ന് അങ്ങനെ ഇറങ്ങണം കേട്ടോ. നമ്മളിവിടെ തന്നെ ജീവിക്കേണ്ടി വരും. നമുക്കപ്പോൾ കുറച്ചും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വില്ലേജ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇതെന്നത്? മറ്റേത്. ഞാൻ പേടിച്ചു പോയി. നമ്മളിഞ്ഞ് വന്ന വഴി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പോൾ അത് കാണണം. ഞാൻ 7 മിനിറ്റ് ആയിട്ടാ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. വ്യൂസ് കിട്ടുമോ? ഞങ്ങൾക്കിന് മൈൻക്രാഫ്റ്റ് ഇഷ്ടമാണെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമൻറ്റിലല്ല, എൻ്റെ വീട്ടിൽ. മറ്റേ ബയോമ് ഇവിടെ മറ്റേ കോളർ ബിയർ ഉണ്ടാവുക. ഞാനൊന്നുമില്ല എൻ്റെ പൊന്നെ. ആ കോളർ ബിയറിനൊപ്പം ഫൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു മീൻ കിട്ടും. അതും അയ്യോ ഇത് തന്നെ പീസ്ഫുൾ ആയതുകൊണ്ട് കുഴപ്പമില്ല. ചേട്ടാ, ഈ കാട്ടിൽ നിന്ന് എങ്ങനെ നീ ഇറങ്ങണം? അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ജീവിക്കേണ്ടി വരും. ഇവിടെ മറ്റേ ഫോറസ്റ്റിൽ പോകണം. അതിനായിപ്പോൾ കണ്ട ഇതൊരു സാധനം കണ്ടല്ലോ. ഇതൊരു സാധനത്തിന് കണ്ടിട്ടോ ഞാൻ. തോന്നിയതാവും ചാൻസില്ല. ഞാനെന്നാ കണ്ട എന്നിട്ടത് കോളർ ബിയറോ? ഷീപ്പായിട്ട് ഇവന്മാരൊക്കെ പേടിപ്പിക്കാൻ മാത്രമേ ഈ മൈൻക്രാഫ്റ്റ് ഉണ്ടായിട്ടുള്ളൂ. നമുക്കപ്പോൾ ഷീപ്പിനെ അടിച്ചിടാം. എന്നാ പിടിച്ചോ? നമ്മുടെ ഇപ്പോൾ റീസ് ഇല്ലേ? നമ്മളിനി വേറെ ഷീപ്പിനെ അടിച്ചിട്ടുണ്ട്. ശരിയാ, ഇത് കഴിക്കാൻ പറ്റും. നമുക്കിത് കഴിക്കാൻ പറ്റണ്ടോ? അതെങ്ങനെ? ഇത് പീസ്ഫുൾ അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഒരാളും ചോദിക്കാനും പറയാനും വരില്ല. ഇവിടെ ഞാൻ മറ്റേ ബെറീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ മറ്റേ ജീവിയില്ല. അയ്യോ പട്ടി അതങ്ങ് പൊട്ടിച്ചെടുത്തു. നമുക്ക് നടാൻ പറ്റുണ്ടോ? ഇത് കണ്ട സ്വീറ്റ് ബെറീസ്. നമുക്കൊരു ബോട്ട് ഉണ്ടാക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം. ഓക്കെ ഗൈസ്, നമ്മൾ കുറേ വട്ടം കറങ്ങി നമ്മൾ വേറെ ഇത് കാട്ടിലെത്തി. ഇനി ഇതേത് കാടാ? ഓക്കിൻ്റെ കാട്. ഇവിടെ വലിയ കാര്യമൊന്നും കിട്ടാൻ പോണില്ല. ഞാൻ കുറേ നേരമായിട്ട് കറങ്ങി നോക്കായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ബയോമി ഇതാ. എനിക്കിത് ഇഷ്ടമാണ്. ഞാൻ രാവിലെ ആക്കട്ടെ. ഇതെങ്ങനെ രാവിലെ ആക്കാൻ പറ്റും നമുക്ക്? ഇതിനെ ക്രിയേറ്റീവ് അല്ല, സർവൈവലേ. നിങ്ങൾക്ക് പക്ഷേ ഇത് അഡ്വഞ്ചറിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടായി. അവൻ പലതും പറയും, നമ്മൾ നോക്കണ്. ഇവിടെ പീസ് ഉണ്ടാവില്ലേ സാധാരണ? പീസ്ഫുൾ അല്ലേ അവൻ്റെ അടുത്ത്. അതുകൊണ്ടായിരിക്കും പീസൊന്നും കാണാത്തത്.
ബീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫാം ഉണ്ടാക്കാം. ഇതിന് 3-4 പാർട്ട് ഉണ്ടാവും കേട്ടോ. ഇനി അടുത്ത വീട്ടിൽ അവിടെ മിക്കവാറും വീട് പണിയും. നമുക്കപ്പോൾ ഇല്ലേ കുറച്ച് ദൂരം പോവാ. കുറച്ച് ദൂരം പറ്റി ഞാൻ കുറേ ദൂരം എത്തിയല്ലോ. ഓക്കെ, നമ്മളത് പറമ്പിലെത്തി. ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ട്. അല്ല ഞാനിത് നോക്കിക്കണ്, നമുക്ക് മൈൻഡ് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ മൈൻഡ് ചെയ്യാം. ഇതിന് മുമ്പില്ലേ ഞാൻ കുറച്ച് കോബിൾ സ്റ്റോൺ എടുക്കട്ടെ. ഇവിടെ മിക്കവാറും കുഴി ഉണ്ടാവും. എനിക്ക് തോന്നി. അല്ലോ ഭാഗ്യം, ഇപ്പം നമ്മൾ അടി പോയാലോ ഭാഗ്യം. ആ ഒരു കറങ്ങി വിട്ടല് നമ്മളെ നേരെ പാതാളത്തേക്ക് എത്തിക്കാനുള്ള വഴിയാണ്. നമുക്ക് ഇവിടെ ഒരു വീടുണ്ടാക്കിയല്ലോ, നല്ല സ്ഥലം. ഇവിടെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെച്ചിട്ട് സെറ്റാക്കാം. ഇതിന് അടുത്ത എപ്പിസോഡിലാട്ടോ നമ്മൾ വീട് പണി കാണിക്കുക. രണ്ടല്ലേ എപ്പിസോഡിൽ എനിക്ക് വരാൻ പറ്റില്ലേ. നമുക്കപ്പോൾ ഈ സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ സ്ഥലം ക്ലീൻ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് പാർട്ട് നാലോട്ടോ വരാ. അതിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. ഞാൻ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കട്ടെ. ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? പേപ്പർ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? പേപ്പർ ഉണ്ടാക്കുന്നിട്ടുണ്ട്. പേപ്പർ ഉണ്ടാക്കുന്നിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ആയുധങ്ങൾ ഉണ്ടാക്കി തുടങ്ങാം. ഈ ഡയമണ്ടൊക്കെ അവിടെ നിന്നിട്ട് കിട്ടാൻ പോണ. ഓക്കെ, നമ്മളൊരു സ്റ്റോൺ ആക്സും സ്റ്റോൺ എന്നിട്ട് വേണ്ട സ്റ്റിക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടി കുറച്ച് പഠിക്കണേ. ഞാൻ ഈ കാര്യം മറന്നു പോകണ്ട. ഞാൻ റെക്കോർഡറിൽ മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ താഴെയുള്ള ചാൻസ് കാണാണ്ട്. ഉമ്മേ എടാ, അവിടെ അങ്ങനെ വേണം പൊടിയിലും കിട്ടില്ല. അടുത്ത വീട്ടിൽ നമ്മളിത് മൂടാൻ നോക്കാം. നമുക്കപ്പോൾ സ്റ്റിക്ക് ഉണ്ടാക്കാം. നമ്മൾ സോറി, ഈ ലോഗോ വെച്ചിട്ടില്ല. എന്താടാ ഷീൽഡ് ഉണ്ടാക്കുന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സോറി, നമുക്കത് സ്റ്റിക്കാക്കി മാറ്റാം. എന്നിട്ട് ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. നമ്മളൊരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി ഇതുണ്ടാക്കിക്ക. നമുക്ക് ആവശ്യം വരും. നമ്മൾ 2 ഷവൽ ഉണ്ടാക്കിയിട്ട് തോന്നി നമ്മൾ 2 ഷവൽ ഉണ്ടാക്കി. പിന്നെ നമുക്കൊരു ചെസ്റ്റ് വേണം കേട്ടോ. നമ്മുടെ അഴുക്കൊക്കെ എടുത്ത് കളയാൻ, നമ്മുടെ അഴുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് കളയാൻ. പിന്നെ ബെഡ് വേണം. അയ്യോ, നമ്മുടെ ഷീപ്പിലൊക്കെ ഒന്നില്ല. അയ്യോ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്കില്ലേ ഒരു സാധനം ഉണ്ടാക്കാം. ഇതുണ്ടാക്കണമെന്ന് പറയാം, ഒരു ഡോർ ഉണ്ടാക്കാം. ഓക്കെ, ഞാനൊരു ഡോറുണ്ടാക്കി. 3 ഡോറുണ്ടാക്കി. നമുക്കിനി ഇത് ഫിറ്റ് ചെയ്യാം. നമ്മൾ പ്ലാങ്കൊക്കെ അവിടെ പോയി. ഓക്കെ, നമ്മുടെ പുതിയ വീട് ഇതാ. ഇച്ചിരി അഴുക്ക് ചാടിയ വീടുണ്ട്, മൺകലൊക്കെ ഉണ്ടാക്കിക്കില്ലേ അതേമാതിരി. അത് കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും. നിങ്ങൾ പറയും എന്ത് വീടുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കണം അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് എന്ത് ചെയ്യണ്ട. സെക്കൻഡ് പാർട്ട് ഞാൻ പറഞ്ഞില്ലേ, നാളെയാണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.